എൻ്റെ പേര് ലാൽ പോൾ. ഞാൻ ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഈ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ucc.alumni.org എന്നാണ്. ഈ പേജ് ലോഡ് ചെയ്യാനായിട്ട്, ഈ സൈറ്റ് വിസിറ്റ് ചെയ്യാനായിട്ട് ആദ്യമേ നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ആ ബ്രൗസറിൽ നമ്മൾ ucc.alumni.org എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യും. അതിൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴെ കറണ്ട് ഇവൻറ്റ്സിൻ്റെ ഒരു ലിസ്റ്റ് കാണാം, സ്ക്രോളിംഗ് ഇമേജസ് കാണാം. നമ്മുടെ ക്യാമ്പസിൻ്റെ കുറച്ച് ഫോട്ടോസ് ആണ് അതിൽ കാണുന്നത്. ഇനി നമ്മൾ ഈ പേജ് നോക്കുകയാണെങ്കിൽ ഈ പോർഷൻ എന്ന് പറയുന്നതാണ് മെയിൻ മെനു. ഈ മെയിൻ മെനുവിൽ നിന്നാണ് നമ്മൾ പല പേജസിലേക്ക് നമ്മൾ പോകുന്നത്. ഈ മെയിൻ മെനുവിൽ തന്നെ സബ് മെന്യൂസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എബൌട്ട് യു OSA ഇതൊക്കെ ഉണ്ട്. ചാപ്റ്റേഴ്സിൽ ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സിൻ്റെ പേജസ് ഉണ്ട്. ഗാലറിയിൽ പല ഫോട്ടോസും വീഡിയോസൊക്കെ ഉണ്ട്. എക്സ്പ്ലോർ UCCയിൽ ഹിസ്റ്ററി ഇതൊക്കെ ഉണ്ട്. അതുപോലെ ഓൾഡ് മാഗസിൻസ്, പഴയ നമ്മൾ പഠിച്ച കാലഘട്ടങ്ങളിലുള്ള മാഗസിൻസിൻ്റെ ഒരു PDF ഫയലുണ്ട്, അത് നമുക്ക് വ്യൂ ചെയ്യാം. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഇതിലുണ്ട്. ന്യൂസ് ലെറ്റേഴ്സ്, നമുക്ക് എല്ലാ കൊല്ലവും കിട്ടിക്കൊണ്ടിരിക്കുന്ന ന്യൂസ് ലെറ്റേഴ്സിൻ്റെ ഒരു PDF ഫയലുണ്ട്. ഒബിച്വറി, നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള നമ്മളുടെ പ്രിയങ്കരനായ അലൂമിനി മെമ്പേഴ്സിൻ്റെയും ഫാക്കൽറ്റി മെമ്പേഴ്സിൻ്റെയൊക്കെ ലിസ്റ്റ് ഉണ്ടാവും. ലാസ്റ്റ് ഒരു വർഷത്തെയാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ മെമ്പേഴ്സ് കോർണറിലാണ് നമ്മൾ പുതിയ അലൂമിനിയെ രജിസ്റ്റർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഒരു പുതിയ അലൂമിനി ഈ വെബ്സൈറ്റിലേക്ക് രജിസ്റ്റർ ചെയ്യാം എന്ന് പരിചയപ്പെടുത്തുന്നതിനാണ്. അപ്പോൾ നമ്മൾക്കതിന് പോകേണ്ടത് നേരത്തെ കാണിച്ചതുപോലെ മെമ്പേഴ്സ് കോർണറിൽ വരാം. അതിൽ നമ്മൾ 3 സബ് മെന്യൂസ് ഉണ്ട്. ഇതിൽ രജിസ്ട്രേഷനിലാണ് നമ്മൾ പുതിയ അലൂമിനിയെ രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. രജിസ്ട്രേഷൻ ഗൈഡ് ലൈൻസ്, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എങ്ങനെ രജിസ്റ്റർ ചെയ്യാനുള്ള പ്രൊസീജിയർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് രജിസ്ട്രേഷനിൽ പോവുക. സപ്പോസ് നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ലോഗിൻ പേജിലേക്ക് പോവുക. ലോഗിനിൽ പോയിട്ട് നമ്മളുടെ മൊബൈൽ നമ്പറും നമ്മൾ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടാകണം, അത് കൊടുക്കുക. ഇനി നേരത്തെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ റീസെറ്റ് ചെയ്ത് തരും. അല്ലെങ്കിൽ ഡിഫോൾട്ട് പാസ്വേഡായിട്ട് കൊടുക്കുന്നത് നമ്മുടെ മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ്സ് ആയിരിക്കും. അപ്പോൾ മൊബൈൽ നമ്പറും ലാസ്റ്റ് 4 ഡിജിറ്റ്സും കൊടുത്തിട്ട് ട്രൈ ചെയ്തിട്ട് ഇനിയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുക. ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുമ്പോൾ നമ്മൾ അന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഇമെയിൽ ID ഉണ്ടാകും. ആ ഇമെയിൽ IDയിലേക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ചെല്ലും. നിങ്ങൾ അതിൽ പറയുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് നമുക്ക് റീസെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ രജിസ്ട്രേഷൻ മോഡ്യൂളിലേക്ക് പോകാം. രജിസ്ട്രേഷൻ എന്നുള്ള ആ സബ് മെനു ക്ലിക്ക് ചെയ്യാം. സബ് മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെയും ഒരു ഗൈഡ് ലൈൻസ് കാണുന്നുണ്ട്. ഗൈഡ് ലൈൻസ് നമുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും സന്ദർഭത്തിൽ നമുക്ക് ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ ഗൈഡ് ലൈൻസ് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ പോപ്പപ്പ് ചെയ്യും. നമുക്കത് വ്യൂ ചെയ്യാം. ആവശ്യമില്ലെങ്കിൽ ക്ലോസ് ചെയ്തേക്കാം. ഇനി അതുപോലെ തന്നെ പേരിൻ്റെ അടുത്ത് ഓരോ ക്വസ്റ്റ്യൻ മാർക്ക് കാണിക്കുന്നത്, അതൊരു ജസ്റ്റ് ഒരു ഹെൽപ്പാണ്, ഒരു കമൻ്റാണ്. അതെന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു കമൻറ്റ് കൊടുക്കുന്നത് അത്രേ ഉള്ളൂ. നെയിം മേ ബി ആസ് ഇൻ ദ UC കോളേജ് റെക്കോർഡ്സ്, അതായത് നമ്മൾ അന്ന് പഠിച്ചിരുന്ന കാലഘട്ടത്തിലെ UC കോളേജിൻ്റെ UC കോളേജ് നമ്മൾ ഉപയോഗിച്ചിരുന്ന പേരുണ്ട്, ഒഫീഷ്യൽ നെയിം, അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ റെക്കോർഡ്സ് ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കില്ല. ആരെങ്കിലും ഇതിനെ നമ്മൾ അപ്രൂവ് ചെയ്യണം. അത് അപ്രൂവ് ചെയ്യുന്നത് കോളേജിൻ്റെ അതോറിറ്റീസോ ഈ വെബ്സൈറ്റിൻ്റെ വെബ് മാസ്റ്ററോ ആരെങ്കിലും ആയിരിക്കും.
അവർ ചെക്ക് ചെയ്യുന്നത് കോളേജിൻ്റെ പഴയ റെക്കോർഡ്സ് വെച്ചിട്ടായിരിക്കും നമ്മളുടെ ഈ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെയിം നെയിം കൊടുത്ത കോളേജിൽ റെക്കോർഡ്സ് ഉണ്ടായിരുന്ന അതേ പേര് കൊടുത്താൽ മാത്രമേ അവർക്കത് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ മാക്സിമം നമ്മൾ ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഈ നമ്മൾ അന്നുണ്ടായിരുന്ന ആ പേര് മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ ഞാനൊരു പേരിപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ എൻ്റെ പേര് ലാൽ എന്നാണ്, ലാൽ പി എന്ന് ഞാൻ കൊടുത്തു. ഇപ്പോൾ സപ്പോസ് ഞാൻ ആദ്യം ഇനിഷ്യൽസ് കൊടുത്തു വിചാരിച്ചോളൂ, ലാൽ എന്ന് കൊടുത്തു. ഇത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു ഡ്രോബാക്ക് ഉള്ളത്, നമ്മളിപ്പോൾ സോർട്ട് ചെയ്യുകയാണ്. നമ്മളുടെ ഒരു ലിസ്റ്റ് കിട്ടിയിട്ട് നമ്മൾ സോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ പേര് വെച്ചിട്ടായിരിക്കും സോർട്ട് ചെയ്യുന്നത്. പേര് വയ്ക്കുമ്പോൾ നമ്മൾ പി എന്നുള്ള കാറ്റഗറിയിൽ നമ്മൾ പെട്ടുപോകും. ശരിക്കും നമ്മുടെ പേര് എല്ലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൽ എന്നുള്ള കാറ്റഗറിയിലാണ് നമ്മൾ വരേണ്ടിയിരുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ പേര് ആദ്യം കൊടുത്തിട്ട് പിന്നീട് ഇനീഷ്യൽസ് കൊടുക്കുക. ഓക്കെ, ഇനി ഞാൻ പ്രൊസീഡ് ചെയ്യാണ്. ഞാൻ എൻ്റെ ഒരു പേര് കൊടുത്തു, ലാൽ പോൾ. ഞാൻ തിരിച്ച് ഇതിലേക്ക് വരും. പക്ഷേ ഇവിടെ ഒരു മെസ്സേജ് ഇപ്പോൾ കാണാൻ സാധിക്കും, എൻട്രി ഈസ് ഫൗണ്ട്, ലാൽ പോൾ, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി എൻറ്റേർഡ് ആണ്. അപ്പോൾ ഈ ലാൽ പോൾ എന്നുള്ള വ്യക്തി ഇതിൽ ഇനി രണ്ടാമത് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ഡയറക്റ്റ്ലി ഇവിടെ മെമ്പേഴ്സ് കോർണറിൽ ലോഗിൻ പേജിലേക്ക് പോകാം. ഇനി ഞാൻ വേറൊരു പേര് കൊടുക്കുകയാണ്, ലാൽ പി എന്ന് മാത്രം കൊടുത്ത് നോക്കാം. അപ്പോൾ കൊടുത്താൽ നമുക്കൊരു പച്ച കളർ, നെയിം നോട്ട് ഇൻ ദ ഡാറ്റാബേസ്. അപ്പോൾ നെയിം എൻറ്റേർഡ് അല്ല. അപ്പോൾ നമുക്ക് ഇതൊരു പുതിയ യൂസറാണെന്നാണ് അർത്ഥം. ഇനി അടുത്ത് നമ്മൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാം. മൊബൈൽ നമ്പർ ഞാൻ എൻ്റർ ചെയ്യാണ്. ഞാൻ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തു. ഇനി അടുത്തത് എന്താ, ഇമെയിൽ ഐ ഡി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തപ്പോൾ തിരിച്ച് നമുക്ക് ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യാനുള്ള ഇതിൽ കേഴ്സർ ഇവിടെ വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം സംതിങ് ഹാപ്പൻഡ്. അപ്പോൾ അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്, ഈ മൊബൈൽ നമ്പർ ഓൾറെഡി എക്സിസ്റ്റ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ടുണ്ടതിന് മുമ്പ് ഈ ഡാറ്റാബേസിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ മൊബൈൽ നമ്പർ നമുക്കിനി ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം ഈ മൊബൈൽ നമ്പറാണ് നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്ന ലോഗിൻ നെയിമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അത് എപ്പോഴും യുണീക്ക് ആയിരിക്കണം. അതുകൊണ്ട് നമ്മൾക്ക് വേറൊരു നമ്പർ കൊടുക്കാം. അപ്പോൾ ഇത് എന്താണെങ്കിലും ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഒരു സെക്കൻഡ് നമ്പർ കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു പച്ച കളറിൽ മൊബൈൽ നമ്പർ സക്സസ്. അപ്പോൾ മൊബൈൽ നമ്പർ ആക്സെപ്റ്റ് ചെയ്തു എന്നർത്ഥം. ഇനി ഞാൻ ഇമെയിൽ ഐ ഡി കൊടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഇമെയിൽ ഐ ഡി കൊടുക്കുമ്പോൾ പ്ലീസ് എൻ്റർ എ വാലിഡ് ഇമെയിൽ. ഒരു വാലിഡ് ഇമെയിൽ ഐ ഡി നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ദിസ് ഈസ് യൂസ്ഡ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. ഫ്യൂച്ചർ റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പാസ്വേഡ് മറന്നുപോയി, ഫോർഗോട്ട് പാസ്വേഡിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് വരുന്ന ഇൻഫർമേഷൻ മുഴുവൻ ഈ ഇമെയിൽ ഐ ഡിയിലേക്കായിരിക്കും വരുന്നത്. അതുപോലെ OTP, വൺ ടൈം പാസ്വേഡ് എല്ലാം അയക്കുന്നത് ഈ ഇമെയിൽ ഐ ഡിയിലേക്കായിരിക്കും. അതുകൊണ്ടാണ് ഒരു വാലിഡ് ഇമെയിൽ ഐ ഡി നമ്മൾ കൊടുക്കുക, നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ളൊരു ഇമെയിൽ ഐ ഡി കൊടുക്കുക. ഞാൻ എൻ്റെ ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കുകയാണ്. കൊടുത്തു. ഓക്കെ, അടുത്തത് പറയുന്നത് കാറ്റഗറി എൻ്റർ ചെയ്യുക. കാറ്റഗറി എന്ന് പറഞ്ഞാൽ നോക്കൂ, സെലക്ട് സ്റ്റുഡൻറ്റ് ഓർ ഫാക്കൽറ്റി ഓർ ബോത്ത്. അപ്പോൾ നമ്മൾ സ്റ്റുഡൻ്റ് ആയിരിക്കാം, ഫാക്കൽറ്റി ആയിരിക്കാം. ഫാക്കൽറ്റി ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് പുതിയ ഫീൽഡ്സ് വരും. അതിൽ ഫാക്കൽറ്റിയുടെ ഏത് വർഷം UC കോളേജിൽ ഫാക്കൽറ്റി ആയിരുന്നത് കൊടുക്കുക, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണെന്ന് കൊടുക്കുക. ഫാക്കൽറ്റി അല്ലാന്നുണ്ടെങ്കിൽ അത് അൺചെക്ക് ചെയ്യുക. ഇനി സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇത് ചെക്ക് ചെയ്യുക, സ്റ്റുഡൻ്റ് എന്നുള്ള ചെക്ക് ചെയ്യുക. സ്റ്റുഡൻ്റ് ചെക്ക് ചെയ്യുമ്പോൾ വേറൊരു ഇതാണ് വരുന്നത്, ഒരു ഫീൽഡ്സ് ആണ് വരുന്നത്. കോഴ്സ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ പ്ലീസ് എൻ്റർ ദ കോഴ്സസ് യു ഹാവ് സ്റ്റഡീഡ് ഇൻ ദ കോളേജ്. അപ്പോൾ ഇവിടെ നമ്മൾ കോഴ്സസ് എൻ്റർ ചെയ്യാം. ഇനി ഫാക്കൽറ്റി സ്റ്റുഡൻറ്റും ആണെങ്കിൽ ഇത് രണ്ടും ക്ലിക്ക് ചെയ്യുക, ഫാക്കൽറ്റിയും കൊടുക്കുക, സ്റ്റുഡൻറ്റും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം സ്റ്റുഡൻ്റായിട്ടാണ് എൻറോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സ്റ്റുഡൻ്റായിട്ട് കൊടുത്തു. കോഴ്സ് സ്റ്റഡിയിൽ ഞാൻ പഠിച്ചത് പ്രീ ഡിഗ്രിയാണ്. ഇനി പ്രീ ഡിഗ്രി ആണെങ്കിൽ പ്രീ ഡിഗ്രി ക്ലിക്ക് ചെയ്യാം.
ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി ക്ലിക്ക് ചെയ്യാം, 2 ആണെങ്കിൽ 2 ചെക്ക് ചെയ്യാം, 3 ആണെങ്കിൽ ഇത് 3 ചെക്ക് ചെയ്യാം, 4 ആണെങ്കിൽ ഇത് 4 ചെക്ക് ചെയ്യാം. അതായത് പ്രീ ഡിഗ്രി, ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ, റിസർച്ച് സ്കോളർ ഇത്രയാണെങ്കിൽ നമുക്ക് എല്ലാം ക്ലിക്ക് ചെയ്യാം. ഇനി ഞാൻ ഓരോന്ന് കാണിക്കാം. പ്രീ ഡിഗ്രി ക്ലിക്ക് ചെയ്തു. പ്രീ ഡിഗ്രി ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു ഐറ്റംസ് വന്നേക്കാണ് എൻട്രി ചെയ്യാനായിട്ട്. അതായത് നമ്മൾ പ്രീ ഡിഗ്രിക്ക് ഏത് കൊല്ലം പഠിച്ചു. ഇപ്പം ഞാൻ പഠിച്ച കൊല്ലം കൊടുക്കുകയാണ് 1978 to 1980. ഓക്കെ, അത് കൊടുത്തു. പ്രീ ഡിഗ്രി ഏത് ഗ്രൂപ്പിലാണ്, ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്. ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പിലായിരുന്നു, ഫസ്റ്റ് ഗ്രൂപ്പ് കൊടുത്തു. അപ്പോൾ അത് പ്രീ ഡിഗ്രിയുടെ കഴിഞ്ഞു. ഇനി ഡിഗ്രി. ഇപ്പോൾ ഡിഗ്രി ഇല്ല, പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിൽ ഡയറക്റ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ കൊടുക്കാം. ഡിഗ്രിയിലാണ് പഠിച്ചിരുന്നു, ഡിഗ്രി കൊടുത്തു. അപ്പോൾ അതിലും ചോദിക്കുന്നുണ്ട് ഏത് വർഷം മുതലാണ് കൊടുത്തത്. അപ്പോൾ 1980 മുതൽ 1980 to 1980. അത് ഏത് സബ്ജക്റ്റാണ്? മാത്തമാറ്റിക്സ് ആയിരുന്നു എൻ്റെ സബ്ജക്റ്റ്. മാത്തമാറ്റിക്സ് കൊടുത്തു. ഇനി പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ പഠിച്ചിരുന്നത് 1984 to 86 ആണ്. അപ്പോൾ 1984, 1986 സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ആയിരുന്നു എൻ്റെ സബ്ജക്റ്റ്. മാത്തമാറ്റിക്സ്. ഇനി നമ്മളതിൻ്റെ ഒരു നമ്പർ ഇവിടെ കൊടുക്കാൻ പറയാം. അതിൻ്റെ മുകളിലൊരു ക്വസ്റ്റ്യൻ മാർക്ക് കാണുന്നുണ്ട്. ക്വസ്റ്റ്യൻ മാർക്കിൽ പ്ലീസ് എൻ്റർ ദ നമ്പർ ഷോൺ in the box below. If it is not clear, click over the number until a clear number is visible. അപ്പോൾ ഇത് നമ്മൾക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ ഇത് വിസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ക്ലിയർ നമ്പർ, അപ്പോൾ 7036 കൊടുത്തു. എന്നിട്ട് സൈനപ്പ് ചെയ്തു. ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യാം മുഴുവൻ കറക്റ്റ് ആണോ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സൈനപ്പ് കൊടുക്കുക. സൈനപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു മെസ്സേജ് വരും. പ്ലീസ് ചെക്ക് യുവർ മെയിൽ ബോക്സ് ടു ഗെറ്റ് ദി OTP. ഓക്കെ, മെയിൽ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾക്ക് കാണാൻ സാധിച്ചു ഒരു മെസ്സേജ് OSIUC കോളേജിൽ നിന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണിച്ചു യുവർ ലോഗിൻ ID ഈസ് നമ്മുടെ ഉപയോഗിച്ചിരുന്ന മൊബൈൽ നമ്പർ. ഇനി ഒരു OTP തന്നിട്ട് OTP അത് നമ്മൾ ഓർത്തിരിക്കുക, അത് ആവശ്യമുണ്ട്. നമ്മൾ ഈ ലിങ്ക് കൊടുക്കുക. പ്ലീസ് ആക്ടിവേറ്റ് യുവർ യൂസിങ് ദ ലിങ്ക്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു വിൻഡോ ഓപ്പൺ ആവും. അവിടെ പറയുന്നത് മൊബൈൽ നമ്പർ കൊടുക്കുക 9947261934. അതിൽ OTP എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അയച്ചു തന്നൊരു OTP ഉണ്ടല്ലോ, അതെടുക്കുക. അത് ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇനി നമ്പർ കൊടുക്കുക. 2003 എന്നാണ് നമ്പർ. സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഡിയർ ലാൽപി യുവർ അക്കൗണ്ട് ഈസ് ആക്ടിവേറ്റഡ്, യുവർ പാസ്വേഡ് ഈസ് 1934. അപ്പോൾ ഈ 1934 എന്ന് പറയുന്നത് നമ്മളുടെ മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഉപയോഗിക്കാൻ ഈ പാസ്വേഡ് നമുക്ക് ഉപയോഗിക്കാനാണ് സിസ്റ്റം പറയുന്നത്. പ്ലീസ് വെയിറ്റ് ഫോർ അപ്രൂവൽ. അപ്പോൾ നമ്മൾക്ക് ഇനിയൊരു അപ്രൂവലിന് വേണ്ടി കാത്തിരിക്കാം. കാരണം നമ്മളുടെ നമ്മളുടെ ഈ റെക്കോർഡ്സ് മുഴുവൻ ഒരു വെബ് മാസ്റ്റർ ചെക്ക് ചെയ്തിട്ട് നമ്മളൊരു ജെനുവൻ യൂസർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അദ്ദേഹം വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് അത് അപ്രൂവ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പേര് അതുപോലെ ആയിരിക്കണം. നമ്മളെ UCC റെക്കോർഡ്സിലുണ്ടായിരുന്ന പേര് പോലെ ആയിരിക്കണം. അപ്പോൾ ആ പേര് അങ്ങനെ മാത്രമേ അയാൾക്കത് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, നമുക്കിനി നോക്കാം. അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, മൂന്നാമതൊരു മെയിലും വന്നിട്ടുണ്ട്. യുവർ രജിസ്ട്രേഷൻ അപ്രൂവ്ഡ്. അപ്പോൾ നമ്മളുടെ രജിസ്ട്രേഷൻ അപ്രൂവ്ഡ് ആണ്. പ്ലീസ് ലോഗിൻ വിത്ത് യുവർ മൊബൈൽ നമ്പർ ആൻഡ് പാസ്വേഡ് സെൻഡ് ടു യുവർ ഇമെയിൽ. പാസ്വേഡ് നമുക്ക് അയച്ചു, മൊബൈൽ നമ്പർ നമുക്കറിയാം. പ്ലീസ് എഡിറ്റ് ദ ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ളൂ, ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യണം. ഇനി നമ്മൾ സ്ട്രോങ് പാസ്വേഡ്. ഇപ്പോൾ ഒരു വീക്ക് പാസ്വേഡ് 1934 എന്നൊരു വളരെ വീക്ക് പാസ്വേഡാണ്. അപ്പോൾ നമ്മളുടെ
പാസ്വേഡ് നമ്മുടെ അക്കൗണ്ട് സ്ട്രോങ് ആക്കാനായിട്ട് ഒരു സ്ട്രോങ് പാസ്വേഡ് നമ്മൾ കൊടുക്കുക, കൂടുതൽ സെക്യൂർ ആക്കാനായിട്ട്. ഇനി അഗെയിൻ ഞാൻ ഓപ്പൺ ചെയ്തു, പേജ് ഓപ്പൺ ചെയ്തു, മെമ്പേഴ്സ് കോർണറിൽ പോയി ലോഗിൻ കൊടുത്തു. ഇനി ലോഗിൻ കൊടുക്കുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ രജിസ്റ്റേർഡ് യൂസറായി. ലോഗിൻ കൊടുക്കുമ്പോൾ മൊബൈൽ നമ്പർ ചോദിക്കുകയാണ്. അപ്പോൾ 9947261934 കൊടുത്തു. 1934 ആണ് പാസ്വേഡ്. സൈൻ ഇൻ കൊടുത്തു. സൈൻ ഇൻ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു പേജ് വരും. ആ പേജ് എന്ന് പറയുന്നത് ഹോം ഡാഷ്ബോർഡ്. ഇതിനെയാണ് ഡാഷ്ബോർഡ് എന്ന് പറയാം. ഈ ഡാഷ്ബോർഡിൽ നിന്നാണ് നമ്മൾ ഓരോരോ സർവീസസ് നമ്മൾ അവൈൽ ചെയ്യുന്നത്. നമ്മൾക്ക് ആദ്യമേ പറയുന്ന ഒരു പാസ്വേഡ്, സ്ട്രോങ് പാസ്വേഡ് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ചേഞ്ച് പാസ്വേഡ്. ഇത് നമ്മൾ ഓൾഡ് പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മളുടെ മൊബൈൽ നമ്പർ ലാസ്റ്റ് 4 ഡിജിറ്റ്സ് ആണ്. പുതിയ നമ്പർ എൻ്റർ ചെയ്യുക. പുതിയ നമ്പർ കൊടുക്കുമ്പോൾ ഇത് നമ്മൾ ഓർത്തിരിക്കണം. 8 ക്യാരക്ടേഴ്സ് ഇതെല്ലാം കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം പാസ്വേഡ് മാറ്റുന്നില്ല. എൻ്റെ തൽക്കാലം സെക്യൂരിറ്റി വേണ്ടാന്ന് ഞാൻ വെച്ചേക്കാണ്. അപ്പോൾ ഇനി നമ്മൾ ഡാഷ്ബോർഡിലേക്ക് പോകാൻ ഒന്നിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ലാൽപി. ഇതൊരു പുതിയ ഐറ്റം വന്നേക്കാണ് ഈ മെയിൻ മെനുവിൽ. നമ്മുടെ പേരും ഹോം എന്ന് പറഞ്ഞ ഒരു പുതിയ ഐറ്റം. അല്ലെങ്കിൽ ഇത് രണ്ടും സെയിം സ്ഥലത്തേക്കാണ് പോകുന്നത്, നമ്മുടെ ഡാഷ്ബോർഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് വരാം. ഇവിടെ നമ്മൾ പറയുന്ന എഡിറ്റ് ഡീറ്റെയിൽസിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റർ ചെയ്ത സംഭവങ്ങളെല്ലാം ഇതിലുണ്ട്. ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നു, പ്രീ ഡിഗ്രിയിലെ ക്ലാസ്സിലുണ്ടായ ആ സമയങ്ങൾ കൊടുത്തു. എല്ലാം ഇവിടെ ഇത്രയും ചെക്ക്ഡ് ആയിരുന്നു. ഇനി പറയുന്നത് ഹൗസ് നമ്പർ എല്ലാം കൊടുക്കാനാണ് പറയുന്നത്. ഹൗസ് നമ്പർ, ഹൗസ് നെയിം ഞാൻ കൊടുത്തു, സ്ട്രീറ്റ്, ഞാൻ റിസൈഡ് ചെയ്യുന്ന യൂസി കോളേജിൻ്റെ അടുത്താണ്, ആലുവ. പോസ്റ്റ് ഓഫീസ്, എൻ്റെ പോസ്റ്റ് ഓഫീസ് യൂസി കോളേജാണ്. ഡിസ്ട്രിക്റ്റ് എറണാകുളം, സ്റ്റേറ്റ് കേരള. നിങ്ങളുടെ ഡീറ്റെയിൽസ് തന്നെ കൊടുക്കുക. പ്ലേസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പിൻകോഡ് 683102. എൻ്റെ പൊസിഷൻ, ഞാൻ ഏതെങ്കിലും പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഞാനൊരു റിട്ടയേർഡ് ഗവൺമെൻറ് ഓഫീസറാണ്, അപ്പോൾ റിട്ടയേർഡ് എന്ന് കൊടുത്തു. ഞാൻ റിട്ടയർ ചെയ്ത് കുസാറ്റിൽ നിന്നാണ്. ഇപ്പോൾ കുസാറ്റ് കൊടുത്തു. കൺട്രി നിങ്ങൾ റിസൈഡ് ചെയ്യുന്ന കൺട്രി കൊടുക്കുക. ഞാൻ ഇന്ത്യയിൽ തന്നെയാണ് ഇപ്പോൾ തൽക്കാലം റിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യ കൊടുത്തു. ആൻഡ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു മെസ്സേജ് വന്നു, റെക്കോർഡ് സക്സസ്ഫുള്ളി മോഡിഫൈ. ഒന്ന് ചെക്ക് ചെയ്യുക, വേണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. എഡിറ്റ് ഡീറ്റെയിൽസ് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഡീറ്റെയിൽസ് ഉണ്ടോ, എല്ലാം എൻ്റേഡ് ആയിട്ടുണ്ട്. നൗ അഗൈൻ ഗോ ബാക്ക് ടു ഡാഷ്ബോർഡിലേക്ക് പോയി. ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. ഇതിവിടെ ലിസ്റ്റ് ബാച്ച് മേറ്റ്സ്. ഇതൊരു ലിസ്റ്റ് ബാച്ച് മേറ്റ്സ് എന്ന് നമ്മളുടെ കാലഘട്ടത്തിൽ പഠിച്ചിരുന്ന നമ്മളുടെ ബാച്ച് മേറ്റ്സിനെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫെസിലിറ്റി ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഒരു രജിസ്റ്റേർഡ് യൂസേഴ്സിന് മാത്രം കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് PDC, DC, PG, PhD ഇതിൻ്റെയൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ PDC ഗ്രൂപ്പ്, എനിക്ക് PDCക്കാരെ ലിസ്റ്റ് ചെയ്യണം. എൻ്റെ ബാച്ചിലുണ്ടായിരുന്ന PDC, അത് ഫസ്റ്റ് ഗ്രൂപ്പോ സെക്കൻഡ് ഗ്രൂപ്പോ തേർഡ് ഗ്രൂപ്പോ ആകാം, PDC മൊത്തം. അപ്പോൾ ആ ഇയറിലുള്ള 1970 to 80 അതാണ് എൻ്റെ ഇയർ. ഈ ഇയറിലുള്ള ആളുകളുടെ ലിസ്റ്റാണ് ഈ കാണുന്നത്. ഇനി ആ ലിസ്റ്റിൽ നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ്, അയാളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വ്യൂ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. വ്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ ഡീറ്റെയിൽസ് കാണാം, അയാളുടെ ഫോൺ നമ്പറും ഇതെല്ലാം കാണാം. റൈറ്റ്, ഞാൻ ക്ലോസ് ചെയ്തേക്കാം. ഇനി നമുക്ക് ഈ ലിസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു എക്സൽ ഷീറ്റിലേക്കോ ഒരു CSV ഫയലായിട്ടോ അല്ലെങ്കിൽ ഒരു PDF ഫയലായിട്ടോ നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. അത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി ഡിഗ്രി കോഴ്സിന് കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ എൻ്റെ ബാച്ചിലർ ഡിഗ്രിക്ക് പഠിച്ച ആളുകളെ ആണ് കാണുന്നത്. ഇതും ഇതുപോലെ തന്നെ നമുക്ക് വ്യൂ ചെയ്യാം. അതുപോലെ PGക്ക് പഠിച്ചവരെ കാണാം. അപ്പോൾ നമ്മളുടെ ബാച്ച് മേറ്റ്സിനെ ലിസ്റ്റ് ചെയ്യാനായിട്ട് എഗെയിൻ അതെല്ലാം നമുക്ക് PDF എക്സ്പോർട്ട് ചെയ്യാം. നമ്മൾ ഇനി ഗോ ബാക്ക് ടു മൈ ഡാഷ്ബോർഡ്.
ഇനി നമുക്ക് ഇതിൻ്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ വർഷത്തെ ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ് ഈ കാണിക്കുന്നത്. ഇതും നമ്മളുടെ ഉണ്ട്, ഇത് എക്സ്പെൻഡിച്ചർ ഇൻകം നമ്മൾ ഉപയോഗിച്ചിരുന്ന ബാലൻസ് ഷീറ്റൊക്കെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ബൈലോ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ ആനുവൽ വർക്കിംഗ് റിപ്പോർട്ട് കാണാം. ആനുവൽ വർക്കിംഗ് ഇപ്പോൾ 2025 വർക്കിംഗ് റിപ്പോർട്ട്. ബൈലോ നമ്മളുടെ അലൂമിനിയുടെ ഒരു ബൈലോ ഉണ്ട്, അത് നമുക്ക് കാണാം. പിന്നെ എന്തെങ്കിലും നമുക്ക് യൂസിനെ പറ്റി എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ഇവിടെ എഴുതാം. ഇതൊക്കെയാണ് ഇതിലുള്ള ഒരു കറണ്ട് ഒരു രജിസ്റ്റേർഡ് യൂസറിന് നമ്മൾ കൊടുക്കുന്ന ഫെസിലിറ്റീസ്. ഇനി നമ്മളിതെല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ലോഗ് ഔട്ട് ചെയ്യാം. അപ്പോൾ ലോഗ് ഔട്ട് ചെയ്യുന്നതാണ് എപ്പോഴും സേഫ്. സോ ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ച് നമ്മളുടെ അലൂമിനിയുടെ വെബ് പേജിലേക്ക് വന്നു. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ അലൂമിനി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതിലേക്ക് ഈ ലിങ്ക് കൊടുക്കുക. അവരുടെ അടുത്ത് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറയുക. രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ഇതുപോലെ നമുക്ക് ബാച്ച് മേറ്റ്സിൽ രജിസ്റ്റർ ചെയ്യാം. ഇപ്പോൾ ഫ്യൂച്ചർ റെഫറൻസിന് എന്തെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ OSIയുടെ വെബ്സൈറ്റ് വഴി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ പേഷ്യൻ്റ്ലി ലിസണിങ് പൗണി. താങ്ക് യു.